മഹാഭാരത യുദ്ധം അവസാനിച്ച ശേഷം ധർമ്മം വിജയിച്ചു. കൗരവർ മരിക്കാൻ കാരണം കൃഷ്ണനാണെന്ന് കരുതിയ കൗരവരുടെ അമ്മ ഗാന്ധാരി കൃഷ്ണനെ ശപിച്ചു. എങ്ങനെയാണോ എന്റെ വംശം ഇല്ലാതായത് അതുപോലെ തന്നെ നിന്റെ യാദവ കുലവും നശിക്കുമെന്ന് പറഞ്ഞു. ഗാന്ധാരിയുടെ ശാപത്താൽ കൃഷ്ണന്റെ യാദവ കുലവും നശിച്ചു. ഇത് കണ്ട് മനസ്സുടഞ്ഞ കൃഷ്ണൻ ഒരു മരത്തിൽ ധ്യാനത്തിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വേടൻ മാനെന്നു കരുതി കൃഷ്ണന്റെ കാലിൽ അമ്പെയ്തു. ആ അമ്പ് കൃഷ്ണന്റെ പാദത്തിൽ ഏറ്റ് കൃഷ്ണൻ മരണപ്പെട്ടു. അങ്ങനെ തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കി ശ്രീകൃഷ്ണൻ. വേദഗ്രന്ഥങ്ങൾ അനുസരിച്ച് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും ശിഷ്യനുമായ അർജുനനാണ് ശ്രീകൃഷ്ണന്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. ആചാരപ്രകാരം കൃഷ്ണന്റെ ശരീരം അർജുനൻ അഗ്നിക്കിരയാക്കി. അപ്പോൾ അവിടെ ഒരു അത്ഭുതം ഉണ്ടായി. കൃഷ്ണന്റെ ശരീരം മൊത്തം കത്തി നശിച്ചെങ്കിലും കൃഷ്ണന്റെ ഹൃദയം ഒരു കേടുപാടും കൂടാതെ തിളങ്ങി നിൽക്കുന്നു. ആ ഹൃദയത്തിന് ചുറ്റും ദിവ്യമായ ഒരു പ്രകാശം തിളങ്ങി നിന്നു. അഗ്നിക്ക് പോലും നശിപ്പിക്കാൻ കഴിയാത്ത വിധം പരിശുദ്ധമായ ഒന്നായിരുന്നു അത്. ഈ ദിവ്യഹൃദയം അർജുനൻ ഭയഭക്തിയോടെയും വേദമന്ത്രങ്ങളോടെയും കൂടി കടലിൽ ഒഴുക്കിവിട്ടു. അത് ഒറീസയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഇന്നും പൂജിക്കുന്നു.